ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് PVC പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 30 ഇഞ്ചിൽ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ 2 പീസ് 10 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ 3.5 ഇഞ്ചിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ T 2 എണ്ണം വേണം. എൻഡിങ് ഗ്യാപ്പ് 3 എണ്ണം വേണം. പിന്നെ റെഡ്യൂസർ ഒരെണ്ണം വേണം. ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സോൾവെൻറ്റ് സിമെൻറ്റും നമുക്ക് വേണം. ആദ്യം തന്നെ 30 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ റെഡ്യൂസർ കണക്ട് ചെയ്യണം. സോൾവെൻറ്റ് സിമെൻറ്റ് ഉപയോഗിക്കുക ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഒരു ടീ എടുത്തിട്ട് സോൾവെൻറ്റ് സിമെൻറ്റ് യൂസ് ചെയ്തിട്ട് പൈപ്പ് ആയിട്ട് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ 3.5 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ട് സോൾവെൻറ്റ് സിമെൻറ്റ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ടീ ആയിട്ട് കണക്ട് ചെയ്യുക. അടുത്തത് നമ്മൾ ഒരു ടീ എടുത്തിട്ട് സോൾവെൻറ്റ് സിമെൻറ്റ് തേച്ച് കൊടുക്കുക. എന്നിട്ട് 3.5 ഇഞ്ചായിട്ട് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ 3.5 ഇഞ്ചിൻ്റെ ഒരു പീസും കൂടി എടുത്തിട്ട് ടീ ആയിട്ട് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ 10 ഇഞ്ചിൻ്റെ 2 പീസ് എടുത്തിട്ട് ടീ ആയിട്ട് കണക്ട് ചെയ്യുക, വീഡിയോയിൽ കാണുന്നത് പോലെ. ചെറുതായി ഒന്ന് ഹാമർ കൊണ്ട് തട്ടി കൊടുക്കുക, നമ്മുടെ അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എൻഡിങ് ഗ്യാപ്പ് എടുത്തിട്ട് 3 ഭാഗത്തും ഇട്ട് കൊടുക്കുക, വീഡിയോയിൽ കാണുന്നത് പോലെ. ഇനി ഇത് തറയിൽ വെക്കുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കാലുകൂടി സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പഴയ പെയിൻറ്റിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചട്ടി പൂഴിയും അതുപോലെ തന്നെ 1 ചട്ടി സിമെൻറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ പെയിൻറ്റിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് പൈപ്പ് വെക്കുക. എന്നിട്ട് സിമെൻറ്റ് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി സിമെൻറ്റ് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം വെക്കണം. അതുപോലെ തന്നെ ഇത് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കയറുകൊണ്ട് കെട്ടുക. അങ്ങനെ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം കംപ്ലീറ്റ്. അങ്ങനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെയിൻ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നമുക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ചിലവ് കുറവാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.